Yeah.
കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ വിശുദ്ധിക്ക് കൃത്യമായിട്ട് ദൈവദിനങ്ങളുടെ നമ്മെ ഈ ദ്വാരങ്ങളുടെ അവസാന അഭിനയ നമ്മുടെ ഈ ഭാഷാവികാസത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ കൃത്യമായ കൂടി ജാഗരൂകനായ ജവാനെ പോലെ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകി ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മെ വിടേയമാണ്. നമ്മുടെ ഇടങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവും നേതൃത്വം നൽകി ആത്മീയമായ ചൈതന്യമായി നമ്മോടൊപ്പമായിരിക്കുന്ന പിന്നിടാവും. പിതാവിന്റെ സാന്നിധ്യം പിന്നിടുന്നാൾ കൂടുതൽ അനുഭവമായി നിൽക്കുകയാണ്. അഭിനന്ദാവിനെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. അഭിനന്ദാവിനെ ചേർന്നുകൊണ്ട് വിശുദ്ധ ചെയ്യുമ്പോൾ അഭിനന്ദാവിന് വേണ്ടി പിതാവിന്റെ ഒരു യുവതിക്കും സഭയ്ക്കും ചെയ്ത ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, ജീവിതമായ വിശുദ്ധിയിൽ തിരസ്സംഭവങ്ങളെ അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. എന്ത് മാർഗം ഉപയോഗിച്ചു ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസം ഇടാതിരിക്കട്ടെ. നിങ്ങൾ കുറിച്ച് കൊള്ളുകയും മരിച്ചുള്ള ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരെങ്കിലും രക്ഷയില്ല. ആകാശത്തിലെ മറ്റാരെങ്കിലും നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും യോഹന്നാന്റെ കയ്യിൽ കാണുകയും അവർ വിദ്യാവിഹീനമായ സാധാരണ മനുഷ്യരോട് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ബന്ധപ്പെട്ടു. അവർ പ്രേക്ഷകരുടെ ഉണ്ടായിരുന്നെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യൻ അവിടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടില്ല. എന്തെങ്കിലും എടുത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്ഥലത്ത് നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവരുടെ ശ്രദ്ധേയമായവരെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നത് ജനത്തിലേക്ക് വാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ സാധ്യമല്ല. എന്നാൽ ജനത്തിനെ കൂടുതൽ പ്രചരിച്ചതിനാൽ ഈ നാമത്തിൽ ആരോടും സംസാരിക്കുന്നത് അവരെ താങ്ങീകരിച്ചില്ല. അവർ അവരെ വിളിച്ച് യേശുനാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ വരുമെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണല്ലോ. നിങ്ങൾ തന്നെ വിളിക്കും. എന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ഭയപ്പെട്ടു. എന്നാൽ സംഭവത്തെക്കുറിച്ച് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40 വയസ്സുള്ളതായിരുന്നു.
അനുസരണയുടെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജനമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വാഭാവിക ക്രോധത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപങ്ങൾ നയിച്ചവരായിരുന്നു. കരുണാസമ്പന്നനായിരുന്നു നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനോടുകൂടി അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ അവരോടുകൂടി ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ തന്റെ ഒരുമേയമായ കൃപാസനത്തെ വ്യക്തമാക്കാനായി പ്രദാനം ചെയ്തത്. വിശ്വാസമായി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അംഗീകരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാനേ ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടുപോകുമ്പോൾ യേശുവോട് അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവരെ തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മാനവരായിരുന്നു. അതിൽ ക്ലെയോപാസനായിരുന്നു ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിതന്മാരും നേതാക്കളും അവനെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് 3-ാം ദിവസം
ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു. അവന്റെ ശരീരം അവരോട് കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ കണ്ടില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്തവരും ഹൃദയമീഭവിച്ചവരെ, ക്രിസ്തുവിനെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരെ തേടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാട്ടെ യാത്ര കഴിയുകയാണെന്ന് ഭാവിച്ചു. അവനവനെ നിർബന്ധിച്ചോട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ വസിക്കുക, നേരം വൈകുന്നു. അവർ അസ്തമിക്കാനായി അവനവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണം ചെയ്തിരുന്നപ്പോൾ അവൻ അവിടുത്തെ ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവനോട് മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശദീകരിച്ചു നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം വിളിച്ചിരുന്നില്ലേ? അവർ ഉടനെ തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി എഴുന്നേറ്റു ശിവയോട് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചത് അപ്പോൾ തിരിച്ചറിഞ്ഞവരും വിവരിച്ചു, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നമ്മുടെ ആരാധനാവസരത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പുകാരൻ, അതോടൊപ്പം നമ്മുടെ കൃപയുടെ അനുഭവത്തിനും സന്തോഷത്തിനും കൂടുതൽ മാറ്റുകൊടുക്കുന്ന നമ്മുടെ ഇടവകയുടെ പെരുന്നാളിൻ്റെ അനുഗ്രഹീത മുഹൂർത്തം കൂടിയുണ്ടല്ലോ. പെരുന്നാൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. നമ്മൾ ഒരു കുടുംബം എന്ന രീതിയിൽ ഒരേ മനസ്സോടെ വിശ്വസിക്കുന്ന, സാക്ഷിക്കുന്ന, പങ്കിടുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ ആഘോഷമാണ് പെരുന്നാൾ ആഘോഷം. നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്ക് മാതൃകയായി, പ്രചോദനമായി, മധ്യസ്ഥമായി, സംരക്ഷണമായി സഭ നൽകിയിരിക്കുന്നത് വിശുദ്ധനായ സഹതായുടെ ജീവിതമാണ്. എല്ലാ സഹതന്മാരുടെയും, എല്ലാ രക്തസാക്ഷികളുടെയും, എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൻ്റെ പൊതുവായ ഒരു മാനം അവരെല്ലാവരും തീവ്രമായി സാധിച്ചിരുന്നതാണ്. അവരെല്ലാവരും വിശ്വാസത്തിൻ്റെ അഗാധതയിൽ നിന്ന് സഹിച്ചിരുന്നതാണ്. അവരെല്ലാവരും സന്തോഷത്തോടെ, പ്രത്യാശയോടെ സഹിച്ചിരുന്നതാണ്. ഓരോ വിശുദ്ധിൻ്റെയും സഹതാവിൻ്റെയും ജീവിത ചുറ്റുപാടുകളും ജീവിതം സാക്ഷിച്ച പുണ്യങ്ങളൊക്കെ വൈവിധ്യമായതായിരിക്കാം. പക്ഷേ എല്ലാവരുടെയും പൊതുവായ ഒരു പുണ്യകരായിരുന്നു. അവരെല്ലാവരും സഹനത്തെ,
വളരെ സ്നേഹത്തോടെ ഒരുക്കിയവരായിരുന്നു. ഉയർപ്പുകാരൻ നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ്. ഈ ഞായറാഴ്ച നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് ഒരു ഭാഗത്ത് സഹനത്തെക്കുറിച്ചാണ്, മറുഭാഗത്ത് പ്രത്യാശയെക്കുറിച്ചാണ്. സത്യത്തിൽ ഇത് രണ്ടുമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മാർഗം. സഹനമില്ലാതെ വിശ്വാസമില്ല, വിശ്വാസമുള്ളവർക്ക് പ്രത്യാശയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുമിശിഹ തൻ്റെ ശിഷ്യന്മാരെ അവരുടെ നിയോഗവുമായി അയക്കുമ്പോൾ സാധാരണ ഈ വിശുദ്ധ ഗീവർഗീസിൻ്റെതായ പെരുന്നാൾ ദിവസം ഏപ്രിൽ 23 വായിക്കുന്ന വേദഭാഗം നമ്മുടെ അടുത്ത ശേഷം 10-ാം അധ്യായം 14 വാക്യം കർത്താവിനോട് പറയുന്ന അവരുമായി പങ്കിടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളുണ്ട്. കർത്താവ് അവരെ അയച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഭാഗതയും എന്തായിരിക്കണം. അത് മറ്റൊരു നല്ല സഹനമാണ്. നിങ്ങൾ മനുഷ്യൻ സങ്കല്പിക്കാൻ സാധിക്കാത്ത സഹനങ്ങൾക്ക് വിധേയമാണ്. പലയിടത്തും നിങ്ങൾ പല രീതിയിൽ സഹിക്കേണ്ടി വരും. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ, നിങ്ങളുടെ ഏറ്റവും അടുത്തവർ നിങ്ങൾ വിചാരിക്കുന്നവർ പോലും നിങ്ങൾക്ക് ദാരുണമായ സഹനം സമ്മാനിക്കും. മക്കൾ മാതാപിതാക്കളെ വർദ്ധിക്കുന്ന അനുഭവം ഉണ്ടാകും. എൻ്റെ നാമം പോലും നിങ്ങൾ സർവ്വരാളും ഉപേക്ഷിക്കരുത്. അവസാന കഥ ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നത്, അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷപ്പെടും. ഒരു ക്രിസ്തു ശിഷ്യന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഭാഗ്യയില്ല. ഇത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം കർത്താവ് പറഞ്ഞ വാക്കുകളല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ സ്വഭാവമാണ്. നമ്മളെല്ലാവരും സഹിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ പറയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മാർഗം സ്നേഹമാണ്. അത് ശരിയാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ മാർഗമാണ് സഹനം. സഹനമില്ലാതെ ഒരു സ്നേഹവും, സഹിക്കാൻ സന്നദ്ധമല്ലാതെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ആവട്യം മാത്രമാണ്. അപ്പോൾ സഹനമില്ലാതെ സ്നേഹമില്ല. ഒരു ഭാഗത്ത് നമ്മളെല്ലാവരും സഹിക്കപ്പെടുകയില്ല. നമ്മളെ ജീവിക്കുന്ന സംസ്കാരം സഹനത്തെ വല്ലാതെ പ്രതിരോധിക്കുന്ന ഒരു സംസ്കാരമാണ്. സത്യത്തിൽ നമ്മൾ ആരും സഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. സഹനത്തിൽ നിന്ന് മാറി നിൽക്കുക, കുതിരമാവാനാണ് നമ്മുടെ ഈ അടിസ്ഥാന ചോദന. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയൊക്കെ ഒരല്പം സഹിക്കാൻ അനുവദിക്കാത്ത ഒരു ചുറ്റുപാട് വളർത്തുവാൻ നമ്മൾ വരെ രക്ഷിച്ചുകൊടുക്കുകയാണ്. സഹനത്തിൽ നിന്നും അവരെ കഴിയുന്നത്ര സംരക്ഷിച്ച് വളർത്തുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് വലിയ മൗഢ്യമാണ്. സഹനം ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് വലിയ മൗഢ്യമാണ്. പിന്നെയോ നമുക്ക് ആരും സഹനത്തെ കുറിച്ച് സാധിക്കില്ല. നമുക്ക് സാധിക്കുന്നത് ഒരു ഒറ്റ കാര്യം മാത്രമാണ്, സഹനത്തിലുള്ള നമ്മുടെ മനോഭാവത്തെ നമ്മൾ മാറ്റാം. സഹനത്തിൽ നിന്നും കുതിരി മാറുന്നതിന് പകരം, സഹനത്തെ പ്രതിരോധിക്കുന്നതിന് പകരം, സഹനത്തെ വെറുക്കുന്നതിന് പകരം സഹനത്തെ സ്നേഹിക്കാൻ സാധിക്കും. സഹനത്തെ സ്നേഹത്തോടെ പ്രത്യാശയോടെ ഉൾക്കുവാൻ സാധിക്കും. ഇതായിരുന്നു വിശുദ്ധരുടെ ജീവിതത്തിലെ പ്രത്യേകത. ഈ സഹനം അതിൽ തന്നെ അന്ത്യമല്ലാത്തതാണ്, ഉയർന്നു പഠിപ്പിക്കുന്നതാണ്. ഒരു സഹനവും അതിൽ തന്നെ അന്ത്യമല്ല. എല്ലാ സഹനത്തിൻ്റെയും അപ്പുറം പ്രത്യാശയുടെ ഒരു മാനം, അതാണ് ഉയർന്നു പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളുടെ സുവിശേഷം മറ്റെല്ലാവർക്കും സുരക്ഷിതമാണ്. രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതകഥയാണ്. ചെറുപ്പക്കാരോ വലിയ സ്വപ്നങ്ങളോടെ, വലിയ പ്രതീക്ഷകളോടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിലേക്ക് കൊണ്ടുവരാണ്. ഒരു വലിയ ഗുരുവിൻ്റെ, ഒരു വലിയ മനുഷ്യൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരാണ്. ആ ഗുരു അവർക്ക് ധാരാളം സ്വപ്നങ്ങൾ നൽകി, ധാരാളം പ്രതീക്ഷകൾ നൽകി. പക്ഷെ ഒരു വെള്ളിയാഴ്ച മുഴുവൻ പ്രതീക്ഷകൾ തെറ്റാണ്. അവരുടെ ജീവിതം വലിയ ഇരുട്ടിലാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് വലിയ പ്രത്യാശയോട് ജെറുസലേമിലേക്ക് വന്ന ചെറുപ്പക്കാർ അവിടെ ആഴ്ചയ്ക്ക് ശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ പോകുന്നവരുടെ ഉള്ളിലെ നഷ്ടബോധത്തിൻ്റെയും നിരാശയുടെയും രൂക്ഷത വിവരിക്കുന്ന ചില പ്രയോഗങ്ങൾ വേദഭാഗത്തുണ്ട്. അവരുടെ കണ്ണുകൾ കൂട്ടപ്പെടുകയും അവരുടെ ഹൃദയം മന്ദീഭവിച്ച് അവരുടെ ജന്മത്തിൻ്റെ മുഴുവൻ നഷ്ടബോധത്തിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവർ ബുദ്ധി തന്നെ കണ്ടുകൊണ്ട് ബുദ്ധി
ഈ പ്രത്യാശ, ബുദ്ധിമുട്ടുള്ള വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാകും. കൂട്ടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെടുന്നുവെന്ന് സുവിശേഷം പറയുന്നു. മന്ദീഭവിച്ചിരുന്ന ഹൃദയങ്ങൾ ജ്വലിക്കുന്നുവെന്ന് സുവിശേഷം പറയുന്നു. കഥാപാത്രങ്ങളുടെ എല്ലാ സഹനങ്ങൾക്കൊപ്പം ഇവരുടെ പ്രത്യാശ ഇത് ക്രൈസ്തവരുടെ ഭാഗ്യം. നമ്മുടെ വിശ്വാസത്തിന്റെ അനന്യതയാണ്. നമ്മുടെ വിശ്വാസം നമ്മോട് അതികഠിനമായി സഹിക്കുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ സഹനത്തിനപ്പുറം മറ്റൊന്നിനും ലഭ്യമല്ല. വലിയ പ്രത്യാശയുടെ പ്രകാശം നമ്മുടെ വിശ്വാസം നമുക്ക് സമ്മാനിക്കും. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സൗന്ദര്യം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു ദിവസത്തിന് താമരമായ സഹനത്തിന് നമ്മളൊക്കെ വിധിയായി. നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ സഹിക്കുന്നവരാണ്. കുടുംബജീവിതത്തിലേക്ക് ഇത്രമാത്രം സഹനങ്ങൾ, ഭർത്താവിനെ പറ്റി, അരിയെ പറ്റി, മക്കളെ പറ്റി, മാതാപിതാക്കളെ പറ്റി, ജോലിയെ പറ്റി, ഭാര്യയെ പറ്റി, ഇങ്ങനെല്ലാം കാരണങ്ങളാൽ പലവിധങ്ങളായ സഹനങ്ങളുടെ ദിവസം നമ്മുടെ ജീവിതത്തിലാണ്. ഇവിടെയൊക്കെ തളർന്നു പോകുന്നതല്ല, ഇവിടെയൊക്കെ നിരാശരാകുക എന്നുള്ളതല്ല, ഇവിടെയൊക്കെ ഹൃദയം അംഗീകരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ ബുദ്ധിതൻ നമ്മോടൊപ്പം, ബുദ്ധിതൻ നമ്മോടൊപ്പം യാത്ര ചെയ്യും. അവൻ ജീവിതത്തിൽ ഒരു ജന്മത്തിനൊക്കെ അവൻ മുഴുവനും മുറിവുകളാണ്. പക്ഷെ ബുദ്ധിതൻ മുറിവുകൾ ഉണങ്ങിയ മുറിവുകളല്ല. ഉണങ്ങാതെ ഒരു മുറിവും അവശേഷിക്കില്ല എന്നുള്ളതാണ് ബുദ്ധിതൻ നമുക്ക് നൽകുന്ന പ്രത്യാശ. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ മുറിവുകളും മുഴുവൻ പരിക്കുകളും സുഖപ്പെടും എന്നതാണ് ബുദ്ധൻ നമുക്ക് നൽകുന്ന വിശ്വാസം. സഹത അതിദാരുണമായി സഹിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ സഹനത്തിൽ പല ഡിഗ്രിയിൽ നമ്മളൊക്കെ വിജയികളിലേക്ക് പെടുകയാണ്. പക്ഷെ എല്ലാ സഹനങ്ങൾക്കൊപ്പം ബുദ്ധാനം നൽകുന്ന പ്രത്യാശയുടെ പ്രകാശത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെടുകയാണ്. സഹിക്കുവാൻ സഹിക്കാൻ, സ്നേഹപൂർവ്വം സഹിക്കുവാൻ സഹിക്കാൻ, ആ സഹനത്തിനപ്പുറം ബുദ്ധാനത്തിൻ്റെ ആ ഒരു വലിയ പ്രകാശം കൊടുക്കുവാൻ കഴിക്കാൻ നാം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. Vamos tocarlos. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭുവാഴ്ചയും അനശ്വരകൃതിയും എല്ലാ നിലകളിലുള്ളവരെ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരായി തീരണമേ. ആദിമന്യന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെടുകയും പുരോഹിതരുടെ ഹോമങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശികളുടെ വിളികളിൽ സന്തുഷ്ടനാവുകയും ചെയ്ത ആരാധനായ സത്യദൈവമേ, നിനക്ക് സ്തുതി. അവൻ സ്ത്രീമാരുടെ വായുകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസേദെക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹരോനും ശമൂവേലിനും തന്നെക്കുറിച്ചുള്ള സൂചന കൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും ദൃഢമായി വിശ്വസിച്ച് പറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ഇഷ്ടമായ മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. പ്രാർത്ഥിക്കപ്പെടുന്നു. പ്രാർത്ഥിച്ചാലോ
സ്നേഹാദരയാലെ സത്യമാവുകളും നിന്നെ വിശ്വസിക്കുന്ന ജനം മുഴുവനെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദൈവങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും വീട്ടന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയോടും വിശ്വാസികളുമായ സകലവരെയും ആത്മാക്കളുടെ കാര്യത്താൽ നിയോഗിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആദരവിന്റെയും പ്രേമങ്ങളുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധിപത്യവും മഹത്വത്തിനാഥനുമായ മിശിഹായാവേ, ഞങ്ങൾക്കും അവർക്ക് നീ പാപപരിഹാരവും പാപവിമോചനവുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് തിരുമലയുടെ സഹായത്തിന് വേണ്ടുന്നതാണ്. ഞങ്ങളെ രക്ഷിച്ചുള്ള പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, എന്റെ ഹൃദയാൽ സകലവിധ ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, എന്റെ കാരുണ്യത്താൽ കോപദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന്റെ യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവബോധം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനം തീർമാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ സ്നേഹിച്ച് നയിക്കുകയും സ്വർഗ്ഗരഹസ്യങ്ങളുടെ മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങളെ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരും സത്യത്തിന്റെ വചനം കറ്റുകൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിന്റെ സ്വർഗ്ഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ തിരുവനന്തപുരമേ. ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കാരുണ്യത്തിലേക്ക് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിന്റെയും ജ്ഞാനത്തിന്റെ അറിവില്ലായ്മയുടെയും പേരിൽ ഈ ബലി അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. സ്വർഗ്ഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്റെ പരിമളമായി ഇതിനെ അംഗീകരിക്കണമേ. കനിവുള്ളതായ കരുണയും ഉത്തമനായ നിർവ്വഹണയുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളെ പാപത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെയും അബ്രഹാമിന്റെ ആദ്യഫല സമർപ്പണവും മോശയുടെയും അഹരോന്റെയും ആചാര്യ ശുശ്രൂഷയും ശമൂവേലിന്റെയും യാഗങ്ങളുടെയും പ്രകാരം ഞങ്ങളുടെ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. വിശുദ്ധ സ്ത്രീമാരുടെയും പിതാക്കന്മാരുടെയും സത്യവൈഷ്ണവരുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളായ കൈകളിൽ നിന്ന് പൂർവ്വം സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായി ബലികൾ അർപ്പിക്കുവാൻ പ്രതിഫലത്തിന്റെ ദിവസത്തിൽ അഭിഷിക്തന്റെ കരുണ മൂലം വിശ്വസ്തരും വിവേകികളുമായ ഭവനവിചാരകന്മാരോടുകൂടെ പ്രതിഫലം പ്രാപിക്കുവാൻ കൃപയാൽ യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളായ സകലരെയും
തത്വം സ്ഥിരീകരിക്കുന്നവരാകുന്നു. സർവശക്തനായ പിതാവും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനുമായ കർത്താവേ, രക്തരഹിതമായ ഈ അർപ്പണം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധനാമത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. നിർമ്മല ഹൃദയത്തോടും ദൈവിക സ്നേഹത്തോടും പരസ്പരം സമാധാനം നൽകുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങൾ പരിശുദ്ധമായ ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
സ്നേഹവും നിത്യമായ ദൈവത്തിന് അനുരൂപമായ കരുണയും ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെയും വഴിയും ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകനാമം പരിശുദ്ധനാമത്തിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്റെ വിശുദ്ധ സമീപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകനാമം പരിശുദ്ധനാമത്തിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യോ പരിശുദ്ധവുമായ ഈ കുർബാനത്തിന് സമാധാനത്തിൽ അർപ്പിക്കപ്പെടുന്നു. ശിശുരായ ശ്രീ ചെയ്തു. നിങ്ങളെല്ലാം
ഇതിൽ നിന്ന് പാനം ചെയ്യുകയും ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനുമായി ചിന്തപ്പെടുകയും ചെയ്യുന്നു. ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും കാസായം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മയെ അനുഷ്ഠിച്ചുകൊള്ളുകയും നമ്മുടെ കർത്താവിന്റെ സ്നേഹങ്ങളോട് കൽപ്പിച്ചു. മനുഷ്യരോട് താല്പര്യമുള്ളവനെ നിന്റെ ദൈവിക വ്യാപാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ബലഹീനദാസനും ഭാഗ്യവുമായും നിന്നോട് അപേക്ഷിക്കുന്നു. കാലാവസാനത്തിൽ നീ പ്രത്യക്ഷപ്പെടുകയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കനുസൃതമായി നീതിപൂർവ്വം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ആരാധനകളിൽ കരുണ തോന്നി നിന്റെ അവകാശത്തെ സംരക്ഷിക്കണമേ. നിന്റെ സഭ മുഴുവനും നീ മുഖാന്തരം നിന്റെ പിതാവിനോടെല്ലാം പൂർവ്വം അപേക്ഷിക്കുന്നു. സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നീ സ്തോത്രം ചെയ്യുന്നു.
സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശിന്മാർ ശമാശമാർക്ക് വേണ്ടി ക്രിസ്തീയ സഭയോട് വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. എന്റെ ആളുകളെ ശുദ്ധിയിൽ നയിക്കുവാനും അങ്ങനെ യോഗ്യമായ ആത്മീയമായ വിശ്വസനത്തെ കാഴ്ചവെക്കുവാനും ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ വിശുദ്ധനായും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ചുമ്പോൾ പരീക്ഷയിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നീ അവരോട് ചെയ്തു കൊടുക്കുന്ന നമ്മളെയും അവരോട് കാണിക്കുന്ന ദൈവമായതിനെയും നന്ദിയോട് തിരിച്ചറിയുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ വിശുദ്ധമാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്റെ വിശുദ്ധമായ മാർഗ്ഗങ്ങളെ ചൂടുക്കണമേ. വിശാലങ്ങളുടെ കഠിനമായ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. ക്രൈസ്തവ സ്ത്രീയെ ഉപേക്ഷിക്കുന്നവരുടെ കൈകളിൽ നിന്നും ഉപായങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങനെ സമാധാനത്തിലും സ്വച്ഛതയിലും സൗഭാഗ്യത്തിലും കഴിയുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധമായും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Por
വിശ്വാസത്തിൽ മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരം പാപങ്ങളെ മോചിതരെ യോഗ്യരാക്കുവാൻ നമ്മെ അവിടെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയനായി സോഹം ചൊല്ലണം. നിന്റെ കരുണയ്ക്കായി നോക്കി പാർക്കുന്നു. നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ജീവകരമായ ശബ്ദങ്ങൾ കേൾക്കുവാൻ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയാൽ സമാധാനപരമായ വിധിയാണ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വേദനയോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ദൈവത്തിൽ മാത്രമേ ലോകത്തിൽ സ്വഭാവപ്രകാരം പാപവിലാസനായി കാണപ്പെട്ടിട്ടുള്ളൂ. അവൻ മുഖാന്തരങ്ങൾക്ക് ഓർക്കും കരുണയും പാപവും ലഭിക്കുവാൻ അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെ പ്രമാണങ്ങൾ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കും പാപപരിഹാരവും പാപവിമോചനവുമായിരിക്കണമേ. സർവ്വമാനവീയം സംപൂജ്യമായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തോടുകൂടി ഞങ്ങളാലും ഞങ്ങൾക്ക് ആദരം ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിക്കപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ എളിയദാസരായ
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വവും സൃഷ്ടിയല്ലാത്തതുമായതും ആദ്യമില്ലാത്തതും ഒരിക്കലും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ കൃപയും എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെളിപ്പാട് പരിശുദ്ധനായ ജീവനെ പരിശുദ്ധനായ
Hare
ദൈവം കൃപ ചെയ്യും. സത്യവിശ്വാസികളുടെ
Thank you.
കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുകയും നിനക്ക് നന്ദിയുടെയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകാഴ്ചയുടെ സ്വീകരണം ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിദാനമായി തീരണമേ. ഞങ്ങളുടെ പരിശുദ്ധനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായിത്തീരുകയും നിലവിലെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. കർത്താവേ, വിനാശകരമായ സകലമായ ചതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രവേശിപ്പിച്ചാലേ കാവിക്കണമേ. എന്നാൽ ഞങ്ങളുടെ നിലവിലായും പരിശുദ്ധനായും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടും യാത്രാഭക്ഷണത്തോടുകൂടെ പരിശുദ്ധമായി നിങ്ങളെ ഞാൻ പ്രേമിപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തായി പോവുകയും ദുരസരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിനെ ഞങ്ങളുടെ സ്ത്രീവായ അപേക്ഷകരും വിശുദ്ധമാവുകയും ഈ തൃത്വത്തെ മരണങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സമാധാനവും പ്രാപിക്കട്ടെ. നിങ്ങളെ സന്തോഷിച്ച് സമാധാനത്തായി പോവുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.